സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ ചർച്ചകൾ സജീവമാക്കി കത്തോലിക്ക സഭ. ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ക്രൈസ്തവ വിശ്വാസികളോടുള്ള അവഗണന തുടർന്നാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് താമരശ്ശേരി തലശ്ശേരി രൂപതാധ്യക്ഷന്മാർ മുന്നറിയിപ്പ് നൽകി. വനം വകുപ്പിനും വനം മന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളും കോഴിക്കോട് നടന്ന അവകാശ സംരക്ഷണ റാലിയിൽ ഉയർന്നു. ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും 2 വർഷം കഴിഞ്ഞിട്ടും വെളിച്ചം കണ്ടില്ല. ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയെ വിശ്വസിച്ചാണ് കമ്മീഷനുമായി സഭ സഹകരിച്ചത്. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടാത്തത് ക്രൈസ്തവ സമൂഹത്തോടുള്ള അവഹേളനമാണ്. കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കിയില്ലെങ്കിൽ രാഷ്ട്രീയപരമായി നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ക്രൈസ്തവർക്ക് അസാധ്യമല്ലെന്നും തലശ്ശേരി രൂപതാധ്യക്ഷൻ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. രാഷ്ട്രീയപരമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ സമുദായം നിർബന്ധിതമാകും എന്ന വസ്തുത കൂടി ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ നിലപാട് പാഴായി പോകുന്ന നിലപാടാണെന്നോ ആ നിലപാട് അടിസ്ഥാന ശൂന്യമാണോ എന്ന് ഈ സമുദായത്തിന് തോന്നി തുടങ്ങിയാൽ, അല്ലയോ രാഷ്ട്രീയ കക്ഷികളെ, നിങ്ങൾ ഫിക്സഡ് ഡിപ്പോസിറ്റായി കരുതിയ ഈ സമുദായത്തിന്റെ വോട്ട് നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ ക്രൈസ്തവ സമുദായത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയ കേന്ദ്ര നിലപാടിനെ ബിഷപ്പുമാർ സ്വാഗതം ചെയ്തു. ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പറഞ്ഞത് അപരാധമായി ചിത്രീകരിച്ചു. ബില്ല് സമുദായ വിഷയമല്ല, സാമൂഹ്യനീതിയുടെ വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളിയിലച്ചന്മാരും മെത്രാന്മാരും പറഞ്ഞാൽ ആരും കേൾക്കില്ലെന്ന് പറയുന്നവർ അവകാശ സംരക്ഷണ റാലിയിലെത്തിയ ജനക്കൂട്ടത്തെ കാണണം. ജനജീവിതം ദുസ്സഹമാക്കി കൃഷിയിടങ്ങളിലും വീടുകളിലും വന്യജീവികൾ സ്വൈര്യവിഹാരം നടത്തുമ്പോഴും കർഷക ദ്രോഹ നടപടികൾ ആവർത്തിക്കുന്ന വനം മന്ത്രി രാജിവെക്കണമെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ റമിജിയോസ് ഇഞ്ചനാനിയൽ ആവശ്യപ്പെട്ടു. കാട്ടുപന്നിയെ തിരഞ്ഞ് ഇനി കർഷകന്റെ അടുക്കളയിൽ കയറാൻ ഇനി വനപാലകരെ അനുവദിക്കില്ല. നാട്ടിലെത്തുന്ന കാട്ടുപന്നികളെ വളർത്തുന്ന പന്നികളായേ ഇനി കരുതുകയുള്ളൂ എന്നായിരുന്നു തലശ്ശേരി ബിഷപ്പിന്റെ മുന്നറിയിപ്പ്. എല്ലാ ഗ്രാമങ്ങളിലും വന്യജീവി പ്രതിരോധ സേനകൾ രൂപീകരിക്കും. വന്യജീവികളെ മാത്രമല്ല വനപാലകരെയും പ്രതിരോധിക്കുമെന്ന് ബിഷപ്പ് മുന്നറിയിപ്പ് നൽകി. താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിൽ നിന്നായി 100 കണക്കിന് വിശ്വാസികളാണ് അവകാശ പ്രഖ്യാപന റാലിയിൽ പങ്കെടുത്തത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.